പെർസെൻറ്റേജ് ചാപ്റ്ററിൽ എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇൻ ദി എലക്ഷൻ 8% ഓഫ് ദ വോട്ടേഴ്സ് ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്സ്. അപ്പം വോട്ട് ചെയ്തവർ എത്രയാണ്? 8% ആൾക്കാർ വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 92% ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. 8% വോട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ 92% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി 2 candidates contested the election in which the winning candidate got 48% of the total votes എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വോട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിന്നറിന് കിട്ടിയ ടോട്ടൽ വോട്ട്സ് എന്ന് പറയുന്നത് 48% വോട്ട്സ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതും ടോട്ടൽ വോട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൂസറിന് കിട്ടിയ വോട്ട്സ് എന്ത് ചെയ്താൽ മതി? ആ 92 നിന്ന് ആ 48 അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഇപ്പം 92 നിന്ന് 48 മൈനസ് ചെയ്ത് നമുക്ക് എത്ര വരും? 44% വരും. അപ്പോൾ ലൂസറിന് കിട്ടിയ 44% ആയിരിക്കും തോറ്റ ആൾക്ക്. ഇനി 1 election by 1100 വോട്ട്സ് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എലക്ഷൻ ജയിക്കുന്നത് 1100 വോട്ട്സിനാണ്. എന്ന് പറഞ്ഞാൽ മാർജിൻ, അവർ തമ്മിലുള്ള വോട്ടിന്റെ മാർജിൻ എന്ന് പറയുന്നത് 1100 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ വിന്നറും ലൂസറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എത്രയാണ്? 4% വ്യത്യാസമല്ലേ ഉള്ളത്. അതാണ് ഞാൻ 4% എന്ന് പറയുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത് 1100 എന്ന് പറയുന്നത്. എന്താണ് ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ എലക്ഷൻ. അപ്പം മൊത്തം 100% ആൾക്കാർ എത്രയാണ് എന്നാണ് ചോദിച്ചത്. മൊത്തം വോട്ടേഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പം മൊത്തം വോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 100% ആയിരിക്കും വരുന്നത്. സോ അത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം 4 × 25 ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1100 × 25 ചെയ്താൽ മതി. സോ 11 × 25 എന്ന് പറയുമ്പോൾ 2 + 5 7 ആൻഡ് 5 പിന്നെ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. സോ 2 0. സോ അങ്ങനെ 27,500 നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷൻസിൽ വരുമ്പോൾ ഓപ്ഷൻ സി 27,500 ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്.